ഉത്തർപ്രദേശിൽ ക്രിസ്തുമതം സ്വീകരിച്ചു എന്നാരോപിച്ച് ഒരു ദളിത് യുവാവിനെ തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമിച്ചു. ശുഭ്രൻ പാസ്വാൻ എന്ന ദളിത് യുവാവിനെയാണ് ബജരംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും പരസ്യമായി അപമാനിച്ചത്. ഡിസംബർ 27 വെള്ളിയാഴ്ച ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. പാസ്വാൻ ക്രിസ്തുമതം സ്വീകരിച്ചു എന്നാരോപിച്ചാണ് ഹിന്ദുത്വവാദികൾ അദ്ദേഹത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഹിന്ദുത്വ ഗ്രൂപ്പുകൾ യുവാവിന്റെ തല മുട്ടയടിക്കുകയും ചെരുപ്പ് കൊണ്ട് അടിക്കുകയും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ഇയാളെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ക്ഷേത്രത്തിലെത്തിയ പാസ്വാൻ ഹനുമാൻ ചാലീസ ചൊല്ലാൻ നിർബന്ധിതനാവുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയിലൂടെയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ആ വീഡിയോയിൽ ഹിന്ദുത്വവാദികൾ പാസ്വാനെയും കൊണ്ട് ജയ് ശ്രീറാം വിളികളുടെ അകമ്പടിയോടെ പരേഡ് നടത്തുന്നതും കാണാവുന്നതാണ്. ഈ സംഭവത്തിൽ തന്നെ ശാരീരികമായി ആക്രമിക്കുക മാത്രമല്ല മാനസികമായി ഉപദ്രവിക്കുകയും ചമ്മര് പോലുള്ള ജാതീയമായ അധിക്ഷേപങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തുവെന്ന് പാസ്വാൻ പറയുന്നു. എന്നാൽ താൻ പരാതി നൽകാൻ ശ്രമിച്ചിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പാസ്വാൻ ജില്ലാ മജിസ്ട്രേറ്റിനെ ഒരു നിവേദനം നൽകുകയായിരുന്നു. പാസ്വാൻ ക്രിസ്ത്യാനിയായി മാറിയതിനാലാണ് ഈ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് ബജരംഗ് ദളിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും മുതിർന്ന നേതാവ് ഈ സംഭവത്തെ ന്യായീകരിക്കാനും ശ്രമിച്ചിരുന്നു. ഈ സംഭവം മതവുമായി ബന്ധപ്പെട്ടതല്ലെന്നും ദളിത് സമുദായങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണെന്നും നിയമപരമായ നടപടികൾ ഉത്തർപ്രദേശിൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരം ആക്രമണം നടത്താൻ ഹിന്ദുത്വവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ദളിത് ആക്ടിവിസ്റ്റുകളും പറയുന്നുണ്ട്. പാസ്വാൻ ഇനി അഥവാ ക്രിസ്ത്യാനിയായി മാറിയെങ്കിൽ ഇവർക്ക് എന്താണ് നഷ്ടം? അവിടെയും ജയ് ശ്രീറാം വിളികളുമായി ഈ യുവാവിനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അയാളെ കൊണ്ട് ഹനുമാൻ ചാലീസ ചൊല്ലിക്കുന്നു. അതുകൊണ്ട് ഇയാൾ ഹിന്ദുമത വിശ്വാസി ആകുമെന്നാണ് ഇവർ കരുതുന്നത്. കുറ്റകൃത്യങ്ങളുടെ സ്വന്തം നാടാണ് ഉത്തർപ്രദേശ്. കഴിഞ്ഞ ദിവസമാണ് അവിടെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ മാസങ്ങളോളം ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ ആ പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും അമ്മാവനും അറസ്റ്റിലായത്. പീഡനത്തിന് ഇരയായ പെൺകുട്ടി നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതോടെയാണ് ഈ സംഭവം അറിയുന്നത്. ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള ഔറയ്യ സ്വദേശിനിയായ 14 വയസ്സുകാരിയാണ് ഈ ക്രൂരമായ പീഡനത്തിന് ഇരയായത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി മുത്തച്ഛനും അച്ഛനും അമ്മാവനും തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. അതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. പ്രഥമ ദൃഷ്ട്യാ പെൺകുട്ടി 2 മാസം ഗർഭിണിയാണെന്ന് തെളിയുകയും ചെയ്തു. ഇത്തരക്കാർക്കെതിരെയൊന്നും ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ ശബ്ദം ഉയരില്ല. ഈ കുറ്റകൃത്യങ്ങളൊന്നും അവർ കാണുകയുമില്ല. നാട്ടിൽ നടക്കുന്ന അനീതിയോ കുറ്റകൃത്യങ്ങളോ ഒന്നും അവർക്കൊരു വിഷയമല്ല. ജാതിയും മതവും മാത്രം നോക്കി പ്രതികരിക്കുന്ന സാംസ്കാരികമായി അധപ്പതിച്ച ആളുകളുടെ നാടായി മാറുകയാണ് യോഗിയുടെ സ്വന്തം UP.